നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ സ്റ്റഡി ക്ലബിലേക്ക് സ്വാഗതം. നമ്മൾ SCERT സോഷ്യൽ സയൻസ് ഒരു സീരീസ് പോലെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ 5th കംപ്ലീറ്റ് ചെയ്ത് 6th കയറിയിട്ടുണ്ടായിരുന്നു. 6th പാർട്ട് 1ൻ്റെ 2 ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്യുകയും ചെയ്തു. ഇന്ന് നമ്മൾ 3ാമത്തെ ചാപ്റ്ററായ രാഷ്ട്രവും ഗവൺമെൻറ്റും അതിനകത്തെ കണ്ടൻസും ഒക്കെയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രാഷ്ട്രവും ഗവൺമെൻറ്റും എന്നുള്ള ചാപ്റ്ററിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ആൻ ഫ്രാങ്കിൻ്റെ ഡയറിക്കുറിപ്പ് കാണിച്ചുകൊണ്ടാണ്. ആൻ ഫ്രാങ്കിൻ്റെ ഡയറിയുടെ പേരാണ് കിറ്റി എന്ന് പറയുന്നത്. അതിവിടെ മെൻഷൻ ചെയ്തതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ആൻ ഫ്രാങ്കിനെ കുറിച്ച് അറിയാം. വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഹിറ്റ്ലറുടെ അല്ലെങ്കിൽ യുദ്ധസമയത്ത് പുറത്തേക്ക് വരാതെ അവർ ഒളിച്ച് ഇരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 25 മാസത്തോളം അവർ ഹൈഡ് ചെയ്ത് ഇരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഡയറി എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻ ഫ്രാങ്ക് അറിയപ്പെടുന്ന ഈ ഒരു ഡയറിക്കുറിപ്പിൻ്റെ പേരിലാണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഡയറിയുടെ പേരാണ് കിറ്റി എന്ന് പറയുന്നത്. ശേഷം ഈ ചാപ്റ്ററിൽ പൊളിറ്റിക്സ് എന്താണ്, പൊളിറ്റിക്കൽ സയൻസ് എന്താണ് എന്നിവിടെ പറയുന്നുണ്ട്. രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രമെന്ന് പറയുന്നത്. ഈ പൊളിറ്റിക്കൽ സയൻസ് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഫാദറായിട്ടുണ്ടായിരുന്ന അരിസ്റ്റോട്ടിലാണ്. രാഷ്ട്രതന്ത്രം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് അതിൻ്റെ പിതാവായ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവായ അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഗ്രന്ഥമാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മളിത് കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അരിസ്റ്റോട്ടിലിൻ്റെ കാര്യവും സോക്രട്ടീസിൻ്റെ കാര്യവും പ്ലേറ്റോയുടെ കാര്യവുമൊക്കെ. അപ്പോൾ നമ്മൾ പ്ലേറ്റോയുടെ വർക്കാണ് പറഞ്ഞത്, റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇനിയും ഇവിടെ തന്നെ പറയുന്നുണ്ട്, സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവരാണ് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾക്ക് തുടക്കമിട്ടത്. അതുപോലെ തന്നെ പുരാതന ഗ്രീസിലാണ് രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് ആരംഭം കുറിച്ചത്. നഗരരാഷ്ട്രങ്ങളായിരുന്നു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ അടിസ്ഥാന ഘടകമെന്നും പറയുന്നത്. ഇനിയും എന്താണ് രാഷ്ട്രമെന്നിവിടെ പറയുന്നുണ്ട്. രാഷ്ട്രമെന്ന് പറയുന്നത് ജനങ്ങൾ രൂപീകരിച്ച ഉന്നതമായ ഒരു സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ്. ഇനിയും ശ്രദ്ധിക്കണം, ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം. അപ്പോൾ ഇവിടെ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഒരു നിശ്ചിത പ്രദേശം, അപ്പോൾ എന്താണ്? ഭൂപ്രദേശം ആവശ്യമാണ്, ഭൂപ്രദേശം. ഇനി സ്ഥിരമായി അധിവസിക്കുന്ന ആരാണ്? ജനങ്ങൾ ആവശ്യമാണ്. ശേഷം പരമാധികാരം ആവശ്യമാണ്, പരമാധികാരമുള്ള ഗവൺമെൻറ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഒരു രാഷ്ട്രമെന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നീ ഘടകങ്ങൾ ചേർന്നതാണ് രാഷ്ട്രം. അതിനെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രമെന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയും രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. നിയമങ്ങൾ നിർമ്മിക്കുന്നതും ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതും രാഷ്ട്രത്തിൻ്റെ ചുമതലയാണ്. 2. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രാഷ്ട്രമാണ്. 3. കൂടാതെ ജനങ്ങൾ രാഷ്ട്രത്തോട് പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവചിക്കുന്നതും രാഷ്ട്രം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച്. പാർട്ട് 4A അണ്ടറിൽ വരുന്ന ആർട്ടിക്കിൾ 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് പൗരന്മാരുടെ സിവിക് ഡ്യൂട്ടീസിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനതിവിടെ ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. അടുത്ത പേജിൽ സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഗ്രീക്കുകാർ നഗരരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാനാണ് പോളിസ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. റോമക്കാർ ഉപയോഗിച്ചത് സിവിറ്റാസ് എന്ന പദമാണ്. ഇറ്റാലിയൻ തത്വചിന്തകനായ മാക്കിയവെല്ലി, അദ്ദേഹമാണ് സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ആധുനിക അർത്ഥത്തിൽ ഉപയോഗിച്ചത്. അതായത് നമ്മൾ ഇന്ന് പറയുന്ന തരത്തിൽ സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ ഇന്ന് കാണുന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചത് മാക്കിയവെല്ലിയാണ്. ഇനി ജർമ്മനിയിലെ പുരാതന ഗോത്ര വിഭാഗങ്ങളായ ട്യൂട്ടോണുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സ്റ്റാറ്റസ് എന്ന വാക്കിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. ഏത് വാക്കാണ്? സ്റ്റാറ്റസ് എന്ന വാക്കിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന പദം ഉണ്ടായത്. ഇനി നമുക്ക് മാക്കിയവെല്ലിയെ കുറിച്ചൊന്ന് പറയാം. മാക്കിയവെല്ലിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കുണ്ട്, അതാണ് ദ പ്രിൻസ് എന്ന് പറയുന്നത്. ദ പ്രിൻസ് എന്ന് പറയുന്നത് മാക്കിയവെല്ലിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. അത് 1532 എഴുതപ്പെടുന്നത്. ഇനിയും അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് വർക്കാണ് ദ ആർട്ട് ഓഫ് വാർ എന്ന് പറയുന്നത്. ഏതാണ്? ദ ആർട്ട് ഓഫ് വാർ എന്ന് പറയുന്നത്. ഓക്കെ, ആ അഡീഷണൽ പോയിൻറ്റും കൂടി ഓർത്തോളൂ.
ഇനി നമ്മൾ ജനസംഖ്യ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ, അതായത് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞല്ലോ, ജനസംഖ്യ, സോവറിനിറ്റി, അതുപോലെ തന്നെ ഗവൺമെൻറ് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് എന്താണ്, അതിനെ ഓരോന്നിനെ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ പോപ്പുലേഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. എന്നാൽ ഒരു രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ എത്രയാണെന്ന് നിജപ്പെടുത്തിയിട്ടില്ല. ഇനി സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങാനും വരികയാണ്, ഒരു രാഷ്ട്രം എന്ന് ഒരു രാഷ്ട്രത്തിന് രാഷ്ട്രമാകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനസംഖ്യ ഇത്രയും ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ തരികയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിരിക്കും. അപ്പോൾ അത് നിജപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ എന്തൊക്കെയുണ്ടായിരിക്കും, വിവിധ വർഗ മത വർണ്ണത്തിലൊക്കെ പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊരു പൊതുവായ താല്പര്യവും പൊതുബോധവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ജനങ്ങൾ എന്താണ്, രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഇന്ത്യ തന്നെ എക്സാമ്പിളാണല്ലോ. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇനിയും ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്, നമുക്കും കൂടി ചെയ്യാം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം നിലവിൽ ഇന്ത്യയാണ് എന്നുള്ളത് നമുക്കറിയാം. 1.46 ബില്യൺ ആണ് വരുന്നത്. രണ്ടാമതാണ് ഇപ്പോൾ ചൈന, 1.41 ബില്യൺ ആണ് ചൈന വരുന്നത്. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ളത് വത്തിക്കാൻ സിറ്റിയാണ്. ജനസംഖ്യയെക്കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സും കൂടി പറഞ്ഞു പോകാം. അതായത് നമ്മുടെ വേൾഡ് പോപ്പുലേഷൻ ഡേ എന്ന് പറയുന്നത് ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേ എന്നാണ്, ജൂലൈ 11. ഈ വർഷത്തെ വേൾഡ് പോപ്പുലേഷൻ ഡേയുടെ തീം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപവറിങ് യങ് പീപ്പിൾ ടു ക്രിയേറ്റ് ദി ഫാമിലീസ് ദേ വാണ്ട് ഇൻ എ ഫെയർ ആൻഡ് എ ഹോപ്പ്ഫുൾ വേൾഡ് എന്നുള്ളതാണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. മലയാള പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് യുവാക്കളെ നീതിയുക്തവും പ്രതീക്ഷയുള്ള ലോകത്ത് അവർ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ സൃഷ്ടിക്കാൻ ശാക്തീകരിക്കുക എന്നുള്ളതാണ്. ഒന്നും കൂടി പറയാം, യുവാക്കളെ നീതിയുക്തവും പ്രതീക്ഷയുമുള്ള ലോകത്ത് അവർ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ സൃഷ്ടിക്കാൻ ശാക്തീകരിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ എംപവറിങ് യങ് പീപ്പിൾ ടു ക്രിയേറ്റ് ദി ഫാമിലീസ് ദേ വാണ്ട് ഇൻ എ ഫെയർ ആൻഡ് ഹോപ്പ്ഫുൾ വേൾഡ്. അതായിരുന്നു ഈ 2025 വേൾഡ് പോപ്പുലേഷൻ ഡേയുടെ തീം എന്ന് പറയുന്നത്. ഓക്കെ, ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. അടുത്ത പേജിൽ ടെറിട്ടറിയെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതിന് എക്സാമ്പിളായിട്ട് ദക്ഷിണ സുഡാൻ, സൗത്ത് സുഡാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് ഇവിടെ ഒരു ടാസ്കും കാണാം. ഇവിടെ ദക്ഷിണ സുഡാൻ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ആഫ്രിക്കയാണ്. ഇനി ഏത് നദിയാണ് ഈ രാജ്യത്തെ ജലസമൃദ്ധമാക്കുന്നത്? ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ നൈൽ നദി കാണാനെ കൊണ്ട് പറ്റും. അപ്പോൾ നൈൽ നദിയാണ്. ഇനി അടുത്തതായിട്ട് ദക്ഷിണ സുഡാൻ്റെ അതിർത്തി രാജ്യങ്ങൾ കണ്ടെത്തി എഴുതൂ എന്ന് പറയുന്നുണ്ട്. നമുക്കും എഴുതാം, നമുക്കും പരിചയപ്പെടാം. അതേതായാലും ദക്ഷിണ സുഡാൻ്റെ നോർത്ത് ആരാണ്? സുഡാനാണ്. ഈസ്റ്റ് ആരാണ്? എത്യോപ്യയാണ്. സൗത്ത് ഉഗാണ്ടയാണ്. വെസ്റ്റ് മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കാണ്. ഇനി സൗത്ത് വെസ്റ്റ് ആരാണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയാണ്. സൗത്ത് ഈസ്റ്റ് ആണ് കെനിയ വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ സുഡാനിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട 10 തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാജ്യമാണ് ദക്ഷിണ സുഡാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ദക്ഷിണ സുഡാനെ പോലെ എല്ലാ രാജ്യത്തിനും അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന് ഒരു കൃത്യമായിട്ടുള്ള ഭൂപ്രദേശം ആവശ്യമാണെന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ എന്താവശ്യമാണ്? സ്ഥിരവും കൃത്യവുമായി നിർവചിക്കപ്പെട്ട ഒരു ഭൂപ്രദേശം അനിവാര്യമാണ്. ഇനി ഇവിടെ വീണ്ടും എടുത്തു പറയുന്നുണ്ട്, ഒരിക്കൽ പറഞ്ഞ കാര്യം തന്നെയാണ് എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ഭൂപ്രദേശത്തിൻ്റെ വിസ്തൃതി എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടില്ല. ഒരിക്കൽ പറഞ്ഞ കാര്യമല്ല, അത് നമ്മൾ പോപ്പുലേഷൻ്റെ കേസിലായിരുന്നല്ലോ പറഞ്ഞത്. അതായത് എത്ര പോപ്പുലേഷൻ ആണെന്ന് നിജപ്പെടുത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ വിസ്തൃതിയാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ഭൂപ്രദേശത്തിൻ്റെ വിസ്തൃതി എത്രയാണെന്നും നിജപ്പെടുത്തിയിട്ടില്ല. പോപ്പുലേഷനും എത്രയാണെന്ന് പറയുന്നില്ല, ജോഗ്രഫിക്കൽ ഏരിയയും എത്ര വേണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് രണ്ടും ഓർത്തിരിക്കുക. അങ്ങനെ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ അത് രണ്ടും ശരിയാണ്. പോപ്പുലേഷനും ഇല്ല, എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, നിജപ്പെടുത്തിയിട്ടില്ല. ഭൂപ്രദേശത്തിൻ്റെ വിസ്തൃതിയും എത്രയാണെന്ന് നിജപ്പെടുത്തിയിട്ടില്ല, ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആധുനിക രാഷ്ട്രങ്ങൾ പൊതുവെ ഭൂവിസ്തൃതിയിൽ മുന്നിൽ നിൽക്കുന്നവയാണ്. ഇനിയും അടുത്ത ടാസ്ക്കായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടാസ്ക്കായിട്ടല്ല അല്ലാതെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ചെറിയ
രാജ്യം എന്ന് പറയുന്നത് വത്തിക്കാൻ സിറ്റിയും ഏറ്റവും വലുതെന്ന് പറയുന്നത് റഷ്യയുമാണ്. മാപ്പ് ഇവിടെ കാണാം. ശേഷം ഒരു രാഷ്ട്രത്തിലെ ഗവൺമെൻറ് എന്ന ഘടകത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെൻറ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായിട്ട് നിലനിർത്താൻ സഹായിക്കുന്നതാരാണ്? ഗവൺമെൻറ്റാണ്. ജനങ്ങൾ അധിവസിക്കുന്നത് കൊണ്ട് മാത്രം ഒരു പ്രത്യേക ഭൂപ്രദേശം രാഷ്ട്രമായി മാറണം എന്നില്ല. അതായത് ഒരു ഭൂപ്രദേശം ഉണ്ടെങ്കിലോ ജനങ്ങളുണ്ടെങ്കിലോ പോപ്പുലേഷൻ ഉണ്ടെങ്കിലോ ടെറിട്ടറി ഉണ്ടെങ്കിലോ ഒരു രാഷ്ട്രം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ എന്തും കൂടി വേണം. അവിടുത്തെ റിസോഴ്സസും ജനങ്ങളെയും എല്ലാം ഏകോപിപ്പിച്ചു പോകുന്ന ഗവൺമെൻറ് എന്ന സംവിധാനം ആവശ്യം ആണ്. ഇനി രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു സ്ഥിര സ്ഥാപനമാണ്. അതങ്ങനെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അവിടെ മാറിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഗവൺമെൻറ്റാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും അത് സാക്ഷാത്കരിക്കുന്നതിനുമൊക്കെയുള്ള ഏജൻസിയാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ പോളിസീസും കാര്യങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്നതും അത് പ്രവൃത്തി മണ്ഡലത്തിൽ കൊണ്ടുവരുന്നതുമായിട്ടുള്ള ഏജൻസിയാണ് ആരെന്ന് പറയുന്നത്? രാഷ്ട്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ, അതുപോലെ തന്നെ പല നയങ്ങൾ, വിദ്യാഭ്യാസം, വൈദ്യുതി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ്. ഇനി നമുക്ക് സോവറിനിറ്റി എന്നുള്ള കോൺസെപ്റ്റിലോട്ട് പോകാം. സോവറിനിറ്റി എന്നുള്ളൊരു കാര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. എന്താണ് സോവറിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യശക്തികളുടെ ഇടപെടലില്ലാതെ ഒരു രാജ്യത്തിന് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ കഴിയണം. അതായത് ഇന്ത്യ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുന്നത് ഒരിക്കലും വേറൊരു രാജ്യത്തിൻ്റെ ബലപ്രയോഗം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശത്തിന് വഴങ്ങിയോ വിധേയപ്പെട്ടോ ഒന്നും ആയിരിക്കരുത്. അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ആയിരിക്കരുത് നമ്മൾ ചെയ്യുന്നത്. അതേപടി അവരത് പറഞ്ഞു അതുകൊണ്ട് അത് ചെയ്യാം, അവരോട് നമുക്കൊരു പേടിയുണ്ട്, അങ്ങനെയൊന്നും ആയിരിക്കരുത്. മറിച്ച് ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ പരമമായ അധികാരമാണ് പരമാധികാരം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ നിയമങ്ങൾ നിർമ്മിക്കുന്നതും നടപ്പിലാക്കുന്നതുമൊക്കെ നമ്മുടെ പരമാധികാരത്തിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി അടുത്ത പേജിലോട്ട് പോകാം. ഇനി ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില തിയറീസാണ്. സ്റ്റേറ്റ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് തിയറീസാണ്. അതിൽ 3 തിയറീസാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഒന്ന് സോഷ്യൽ കോൺട്രാക്റ്റ് തിയറി പറയുന്നുണ്ട്, അല്ലെങ്കിൽ സാമൂഹിക ഉടമ്പടി പറയുന്നുണ്ട്. 2 സോഷ്യൽ എവല്യൂഷണറി തിയറി പറയുന്നുണ്ട്. മറ്റൊന്ന് ഫോഴ്സ് തിയറി അല്ലെങ്കിൽ ബലസിദ്ധാന്തം പറയുന്നുണ്ട്. ഇതിൽ സോഷ്യൽ കോൺട്രാക്റ്റ് തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലങ്ങളായിട്ട് ജനങ്ങൾ ഉണ്ടാക്കിയ ചില ട്രീറ്റീസ് അല്ലെങ്കിൽ കരാറുകളാണ് എന്തിന് കാരണമായത്? രാഷ്ട്ര രൂപീകരണത്തിന് അടിസ്ഥാനമായതെന്നാണ് സോഷ്യൽ കോൺട്രാക്റ്റ് തിയറി പറയുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വക്താക്കളാണ് തോമസ് ഹോബ്സ്, ജോൺ ലോക്ക്, റൂസോ എന്നിവരൊക്കെ. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൂസോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ എവല്യൂഷണറി തിയറിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു തിയറിയാണ് ഈ സോഷ്യൽ എവല്യൂഷണറി തിയറി എന്ന് പറയുന്നത്. ഈ ഒരു തിയറി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഷ്ട്രമാരും നിർമ്മിച്ചതൊന്നുമല്ല, അത് കാലങ്ങളായിട്ട് ഇവോൾവ് ചെയ്ത് വന്നതാണെന്നാണ്. പല ഘട്ടങ്ങളായിട്ട് ദീർഘകാലയളവിലെ നിരവധി ഘട്ടങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് രാഷ്ട്രം രൂപപ്പെട്ടത്. ഓക്കെ, ഇതിൽ ഈ സോഷ്യൽ എവല്യൂഷണറി തിയറി ഉണ്ടല്ലോ, ആ എവല്യൂഷണറി തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരാളാണ് മക്കൈവർ എന്ന് പറയുന്നത്. കുറേ ആളുകളുണ്ട്, അതിലൊരാളാണ് മക്കൈവർ എന്ന് പറയുന്നത്. ഇനിയും ഫോഴ്സ് തിയറി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലാകാലങ്ങളിലായിട്ട് ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വീക്കറായിട്ടുള്ള സെക്ഷൻ്റെ മുകളിൽ ചിലർ ആധിപത്യം സ്ഥാപിക്കുകയും ഫിസിക്കലി ഒക്കെ ആണെന്നുണ്ടെങ്കിലും ആധിപത്യം സ്ഥാപിക്കുന്നു. അതായത് ഇപ്പം യുദ്ധം വഴി ഒരു ടെറിട്ടറി അവരവരുടെ അധീനതയിൽ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ കുറേ ആളുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. അപ്പം ഇത്തരം വാർഫെയറിലൂടെയും അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെയും ഒക്കെയാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടതെന്നാണ് ഫോഴ്സ് തിയറി, ബലസിദ്ധാന്തം പറയുന്നത്. ബലസിദ്ധാന്തത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ് ഹെഗലും ഇമ്മാനുവൽ കാന്റും. ഈ പേരും വളരെ പരിചയമുള്ളതായിരിക്കും. ഹെഗലും ഇമ്മാനുവൽ കാന്റുമാണ് ഫോഴ്സ് തിയറിയുടെ വക്താക്കളെന്ന് പറയുന്നത്. ശേഷം ഇവിടെ ഒരു ചാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
എന്താണ് ഓരോ കാലഘട്ടത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ചില രാഷ്ട്രങ്ങളുടെ സവിശേഷതകളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അതിലൊന്നാണ് ഗോത്ര രാഷ്ട്രങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ ഗോത്ര സമൂഹങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗോത്ര കൂട്ടായ്മകളെന്ന് പറയുന്നത് രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സ്വഭാവം പൗരാണിക കാലത്ത് ഏറെക്കുറെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം, ഒരു ഗോത്ര സമൂഹത്തെ എടുത്തു കഴിയുമ്പോൾ അവർക്ക് പൊതുവായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കും. അവരുടെ ഒരു പൊതുവായിട്ടുള്ള റേസ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് അത് ഞാനിവിടെ വംശം എന്നുള്ള റേസാണ് ഉദ്ദേശിച്ചത്. പൊതുവായിട്ടുള്ളൊരു വംശം ഉണ്ടായിരിക്കും. പൊതുവായ താല്പര്യം കാണും. അതുപോലെ തന്നെ ഈ ഗോത്ര മൂപ്പൻ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ചീഫ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ സോഷ്യോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ ഓരോ ഗോത്രത്തിനും എന്താണ് ഒരു സിമ്പൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ കുലത്തിൻ്റെ ചിഹ്നമായിട്ടൊരു മരം വളർത്തുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആനിമലിനെ ആയിരിക്കും അവരവരുടെ ഒരു കുലത്തിൻ്റെ ചിഹ്നമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു കൂട്ടായ്മയാണ് സൂചിപ്പിക്കുന്നത്. ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് സൂചിപ്പിക്കുന്നത്. ഇനി പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ, അതായത് നമ്മുടെ വെങ്കലയുഗ സംസ്കാരങ്ങൾ, അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗരിക ജീവിതത്തിലേക്കാണ് വെളിച്ചം വീശുന്നത്. അപ്പോൾ അത്തരത്തിൽ നാഗരിക ജീവിതം കൂട്ടായിട്ട് നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകളും എന്താണ് ആധുനിക രാഷ്ട്രങ്ങളുടെ ചില സവിശേഷതകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും അതിലിവിടെ മെസപ്പൊട്ടോമിയയും ഈജിപ്തും ഒക്കെ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഇനി ഗ്രീക്ക്, റോമ നഗരരാഷ്ട്രങ്ങൾ, ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇനിയും ഇതിൽ ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ ആധുനിക രാഷ്ട്രങ്ങളോട് ഏറ്റവും അധികം സാദൃശ്യം പുലർത്തുന്നതാണ്. ഏഥൻസും സ്പാർട്ടയും അതിന് എക്സാമ്പിളാണ്. നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് ഈ ഡെമോക്രസി എന്നുള്ള വാക്ക് ഉടലെടുത്തത്, അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറയുന്നത് ഏഥൻസിൻ്റെ കോൺട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, ആദ്യകാല രൂപത്തിൽ, ആധുനിക കാലത്തിലുള്ള ഡെമോക്രസിയുടെ ഉദയം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലാണ് എന്നും നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നീട് റോമാ സാമ്രാജ്യത്തിൽ നിലനിന്ന ഭരണ സംവിധാനം, നിയമം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയും നമ്മുടെ ആധുനിക രാഷ്ട്രത്തോട് ഏറെ സമാനത പുലർത്തുന്നതാണ്. ഇനി ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് മെയിനായിട്ട് ലാൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഒരു കിങ്, നോബിള്, എന്താണ് അല്ലെങ്കിൽ പെസൻറ്റ്, അല്ലെങ്കിൽ ടെനൻ്റ്, അങ്ങനെയൊക്കെയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും അവിടെ ഫ്യൂഡൽ രാഷ്ട്രങ്ങളിൽ എടുക്കുമ്പോൾ. ലാൻഡാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം രൂപം കൊണ്ടതാണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത്. ഫ്യൂഡലിസം ആയിരുന്നു ഈ രാഷ്ട്രങ്ങളുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. ഇവിടെ കാണാം, രാജാവ്, പ്രഭുക്കർ, കർഷകർ എന്നിങ്ങനെയുള്ള ഒരു സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ അധികാര ശ്രേണി ഇവിടെ നമുക്ക് കാണാനെ കൊണ്ട് പറ്റും. രാജാവിനധികം അധികാരം എന്ന് പറയുന്നത് പരിമിതമായിരുന്നു. ഭരണാധികാരി ഇവിടെ കൂടുതൽ ആർക്കാണ് വരുന്നത്? പ്രഭുക്കൾക്കാണ് വരുന്നത്. ഇനി ഇവിടെ കാണാം ഫ്യൂഡലിസത്തെക്കുറിച്ച്. ഫ്യൂഡലിസം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു തുണ്ട് ഭൂമി എന്നാണ്. ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത്. മധ്യകാല യൂറോപ്പിലാണ് ഫ്യൂഡലിസം നിലനിന്നിരുന്നത്. അതിനർത്ഥം വേറെ എവിടെയും ഫ്യൂഡലിസ്റ്റിക് നേച്ചറോ ഇതോ ഉണ്ടായിരുന്നില്ല എന്നല്ല കേട്ടോ. ഇനി ദേശരാഷ്ട്രങ്ങൾ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രഭുക്കന്മാർ തങ്ങളുടെ കൃഷിഭൂമിയിൽ പണിയെടുത്തിരുന്നവരെ അടിമകളെ പോലെ ചൂഷണം ചെയ്തിരുന്ന സാമൂഹിക ഭരണ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം എന്നിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ദേശരാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ യൂറോപ്പിലാണ് ആധുനിക ദേശരാഷ്ട്രങ്ങൾ പിറവിയെടുക്കുന്നത്. അത് നവോത്ഥാന കാലഘട്ടത്തിൽ യുക്തിചിന്ത, ശാസ്ത്രബോധം തുടങ്ങിയവ സാമൂഹിക ഘടനയിൽ വലിയ തരത്തിലുള്ള ചേഞ്ച് ഉണ്ടാക്കുന്നു. കാരണം ഇപ്പം നവോത്ഥാന കാലഘട്ടത്തിന് മുൻപ് ഉണ്ടായിരുന്ന മിഡീവൽ എറ എന്ന് പറയുന്നത് ചർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണ്. അവിടെ ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റ്സോ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കോ റാഷണലിസത്തിനോ ഒന്നും അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് നവോത്ഥാനവും എൻലൈറ്റൻമെൻറ്റും ഒക്കെ വരുന്നതും പുതിയ കോൺസെപ്റ്റ്, പുതിയ ചിന്തകൾ ഉദയം കൊള്ളുന്നത്. പിന്നീട് വ്യാവസായിക വിപ്ലവം, കോളനിവൽക്കരണം, ദേശീയബോധം തുടങ്ങിയവയും ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ദേശരാഷ്ട്രങ്ങൾ നിലവിൽ വന്നു. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് ദേശരാഷ്ട്രങ്ങൾ നിലവിൽ വന്നു. ഇനിയും ഇവിടെ റിനൈസൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. റിനൈസൻസിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 14-15 നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലും കലാവൈജ്ഞാനിക രംഗങ്ങളിലുണ്ടായ പുത്തനുണർവാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. അതായത് ഇപ്പം മെഡിസിൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് മറ്റേ നമ്മുടെ കോപ്പർനിക്കസ്, അതായത് സൗരകേന്ദ്ര സിദ്ധാന്തങ്ങൾ, അപ്പം അങ്ങനെയൊക്കെയുള്ളത് ചർച്ച എന്നുള്ളതിന് അല്ലെങ്കിൽ മതം എന്നതിനപ്പുറം ശാസ്ത്രീയ ബോധം, യുക്തിചിന്ത തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി.
അതുപോലെ തന്നെ കലാരംഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് അതുവരെ ഇപ്പം മധ്യകാല യൂറോപ്പൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം, അതുവരെ അവരുടെ കല എന്നൊക്കെ പറയുന്നത് ഇപ്പം ചിത്രം വരച്ചാൽ പോലും ചർച്ച് ബേസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബൈബിൾ കേന്ദ്രീകരിച്ചിട്ടുള്ള മതമാണ് തീമായിട്ട് വരുന്നത്. എഴുതുകയാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പുറത്തോട്ടുള്ളതൊന്നുമില്ല. എല്ലാത്തിൻ്റെയും കേന്ദ്രം മതം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറയുന്നത് കലാവൈജ്ഞാനിക രംഗത്തുണ്ടായ പുത്തനുണർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട എന്താണ് ആളുകൾ പറയുന്നുണ്ട്, പെട്രാർക്ക്, ദാന്തെ, ഡാവിഞ്ചി തുടങ്ങിയവർ വിവിധ മേഖലകളിൽ നവോത്ഥാനത്തെ സ്വാധീനിച്ചവരാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇവരുടെ ഒരു വർക്കും കൂടി ഒന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു 10th SCERT വരുന്നുണ്ട്, എങ്കിലും ഒന്ന് പറയാം. ദാന്തയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ദ ഡിവൈൻ കോമഡി എന്ന് പറയുന്നത്. ഡിവൈൻ കോമഡി എന്ന് പറയുന്നത് ദാന്തയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്, ഡിവൈൻ കോമഡി എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമ്മുടെ ഒരു പോയട്രി കളക്ഷനാണ്. പെട്രാർക്കിൻ്റെ ഒരു പോയട്രി കളക്ഷനുണ്ട്. അത് എന്താണ്, ക്യാൻസോണിയർ എന്നാണ് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത്, അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. ക്യാൻസോണിയർ ഞാൻ എഴുതി കാണിക്കാം. ക്യാൻസോണിയർ എന്നാണ്. ക്യാൻസോണിയർ ഇത് അദ്ദേഹത്തിൻ്റെ പോയട്രി കളക്ഷനാണ് കേട്ടോ. അപ്പോൾ പിന്നീട് ഡാവിഞ്ചിയുടെ നമുക്കറിയാം, മൊണാലിസയും ലാസ്റ്റ് സപ്പറും ഒക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഓക്കെ, നമ്മൾ രാഷ്ട്രത്തിൻ്റെ ഘടകത്തെ കണ്ടിരുന്നു. ഇനി നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാണ് നിയമനിർമ്മാണ വിഭാഗം അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ, പിന്നീട് എക്സിക്യൂട്ടീവ്, പിന്നീട് ജുഡീഷ്യറി. ഓക്കെ, ഇതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ഇതിൽ നിയമനിർമ്മാണ വിഭാഗം അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുക, നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുക തുടങ്ങിയവയാണ് നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ. ഇത് എന്താണ്, രാഷ്ട്രഭരണത്തെ നിയന്ത്രിക്കുന്നതിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് കാര്യമായ പങ്കുണ്ട്. അപ്പോൾ ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നു, നിയമങ്ങൾ നിർമ്മിക്കുന്നു. ഇനിയും എക്സിക്യൂട്ടീവ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമനിർമ്മാണ സഭ നിർമ്മിച്ച നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്നതാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ ഈ വിഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, നിർവഹിക്കുന്നത് ഈ ഒരു വിഭാഗമാണ്. പിന്നീട് ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറിയുടെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് എന്താണ്, സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും ഒക്കെ ഉണ്ട്. നിർമ്മിക്കപ്പെട്ട നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നതും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതും അതിന് കുറ്റം ചെയ്തവരെ ശിക്ഷയ്ക്ക് വിധിക്കുന്നതും ഒക്കെ നമ്മുടെ ജുഡീഷ്യറി അല്ലെങ്കിൽ നീതിന്യായ വിഭാഗമാണ്. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർവഹിക്കുമ്പോൾ കാര്യനിർവഹണ വിഭാഗം അത് നടപ്പിലാക്കുകയും ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ എക്സിക്യൂട്ടീവാണ് ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത് നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയും അതുപോലെ തന്നെ നിയമ നടപടികളിൽ ഏർപ്പെടുകയും കുറ്റങ്ങൾക്ക് ശിക്ഷകൾ വിധിക്കുകയും ഒക്കെ ചെയ്യുന്നത് നീതിന്യായ വിഭാഗമാണ്. ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാനൊരു കാര്യം ഇതിന് മുന്നത്തെ ചാപ്റ്റർ എടുത്തപ്പോഴേ, സെക്കൻഡ് ചാപ്റ്റർ എടുത്തപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഒളിമ്പിക്സിൻ്റെ സിമ്പൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഒരു മിനിറ്റ് ഞാനൊന്ന് എടുത്തോട്ടെ, ഇത്. അപ്പം ഇതിനെക്കുറിച്ചും കൂടി ഒന്ന് പറയാം. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, പക്ഷെ നമ്മൾ അരിച്ചു പറക്കി പഠിക്കുന്ന ഒരു രീതിയിലാണല്ലോ പോകുന്നത്. അപ്പോൾ അതും കൂടി അങ്ങ് പറഞ്ഞേക്കാം. ഇതിൽ 1913 ഈ ഒരു ഇൻ്റർലോക്കിംഗ് ആയിട്ടുള്ള ഈ ഒരു സിമ്പൽ അല്ലെങ്കിൽ ഈ ഒരു റിങ് കൊണ്ട് ഈ ഒരു സിമ്പിൾ ഡിസൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിയറി ദെ കൊബേർട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ഇതിലെ ഓരോ കളറും ഓരോ കോണ്ടിനെൻറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ യൂറോപ്പിനെയാണ്, യെല്ലോ ആണെന്നുണ്ടെങ്കിൽ ഏഷ്യയാണ്, ബ്ലാക്ക് ആഫ്രിക്കയാണ്, നമ്മുടെ ഗ്രീൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്, അമേരിക്കയാണ് റെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും കമൻറ്റിൽ കൂടി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.